കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ സ്നേഹവന്ദനം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സ്നേഹം ഒരു നാളും ഉതിർന്ന് പോവുകയില്ല. എന്താണ് സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഉതിർന്നു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 13-ാമത്തെ അധ്യായം മുഴുവനും യഥാർത്ഥത്തിൽ ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ചുള്ളതായ വർണ്ണനകളും പഠിപ്പിക്കലുകളുമാണ് എന്ന് നമുക്കറിയാമല്ലോ. ഉതിർന്നു പോവുകയില്ല എന്ന് പറയുന്നതായിട്ടുള്ള ആ വാക്കിൻ്റെ മൂലഭാഷയിലെ വാക്ക് പരിശോധിച്ചാൽ വീഴുന്നില്ല, തകരുന്നില്ല, പരാജയപ്പെടുന്നില്ല, പ്രയോജനമില്ലാത്തതാകുന്നില്ല എന്നീ അർത്ഥങ്ങളാണ് അതിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉതിർന്നു പോവുകയില്ല എന്ന് പറയുന്നത് ഒരു പഴയ മലയാള ഭാഷാ പ്രയോഗമാണ്. എന്നാൽ ഇന്ന് അതിനെ തർജ്ജമ ചെയ്യുവാണെങ്കിൽ, ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ, സ്നേഹം അതൊരു നാളും പരാജയപ്പെടുകയില്ല, അസ്തമിക്കുകയില്ല, തകരുകയില്ല എന്നാണ്. അപ്പോൾ സ്നേഹം ഒരു നാളും പരാജയപ്പെടുകയില്ല, അതൊരിക്കലും തകർന്നു പോവുകയില്ല, അതൊരിക്കലും ആ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അതൊരിക്കലും അവസാനിക്കുകയുമില്ല. അത് ദൈവവചനത്തിലെ വാക്യമാണ്, പ്രസ്താവനയാണ്, സന്ദേശമാണ് എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും തർക്കിക്കുവാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല. സ്നേഹം പരാജയപ്പെടുകയില്ല എന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ അത് പരാജയപ്പെടുകയില്ല എന്ന് തന്നെയാണ്. അത് തകരുകയില്ല എന്ന് ആത്മാവ് പറഞ്ഞാൽ അത് തകരുകയില്ല എന്ന് തന്നെയാണ്, അല്ലേ? എന്നാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഇന്ന് ക്രിസ്തീയ ലോകത്ത് നാം കാണുന്നതായിട്ടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിക്കാറുണ്ടോ? വീഴ്ചകൾ സംഭവിക്കാറുണ്ടോ? തകർന്നടിഞ്ഞു പോകാറുണ്ടോ? അപ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നതായിട്ടുള്ള കാര്യം എന്താ? വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സ്നേഹമല്ല ഇന്ന് സഭകളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള സ്നേഹം. ശരിയാണോ? ശരിയാണ്. അപ്പോൾ പിന്നെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സ്നേഹം എന്താണ് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കിയാൽ മാത്രമേ ആ സ്നേഹത്താൽ അന്യോന്യം സ്നേഹിക്കുവാനായിട്ടും ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ടും വളരുവാനായിട്ടും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ശ്രമം, ഇന്ന് നമ്മൾ സഭകളിൽ കാണുന്നതായിട്ടുള്ള വചനവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വചനത്തിലെ സ്നേഹത്തോട് പൊരുത്തപ്പെടാത്തതായിട്ടുള്ള സ്നേഹമെന്ന് വിളിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, എന്നാൽ ദൈവവചനപ്രകാരം എന്താണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം, കർത്താവ് പഠിപ്പിച്ചതായിട്ടുള്ള സ്നേഹം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആണ്. അപ്പോൾ കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ, സ്നേഹിക്കണമെന്നുള്ളൊരു കൽപ്പന അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലേ? ബൈബിളിൽ ഉണ്ടല്ലോ, അല്ലേ? പഴയ നിയമത്തിലൊക്കെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ഒരു കൽപ്പന ഉണ്ട്. എന്നാൽ പിന്നെ അതൊരു പുതിയ കൽപ്പന തരുന്നു എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു അപാകത ഉണ്ടോ? പ്രഥമ ദൃഷ്ടിയ അതിലൊരു അപാകതയുണ്ട്. സ്നേഹിക്കണം, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളതായ കൽപ്പന നൂറ്റാണ്ടുകളായി, അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടി മുതൽ മനുഷ്യനോട് ദൈവം കൽപ്പിക്കുകയും അതിനുശേഷം കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളൊരു പുതിയ കൽപ്പന തരുന്നു
എന്തുകൊണ്ടാണ് അത് പുതിയതായിരിക്കുന്നത്? ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നുന്നുണ്ടല്ലേ? ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ആരാ പറഞ്ഞുണ്ടെന്ന്? എന്തെങ്കിലും അങ്ങനെ ഉണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? രമണി സിസ്റ്ററെ, അങ്ങനെ എന്തെങ്കിലും വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ? ഇത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന അങ്ങ് ആദാമിനെ സൃഷ്ടിച്ച നാൾ മുതൽ ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ കർത്താവ് പറയുന്നു, ഞാനൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഈ കൽപ്പന ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് പുതിയ കൽപ്പനയാവുന്നേ? ഉറക്കെ പറ. റോസിലി സിസ്റ്ററിന് എന്തോ ഐഡിയ വരുന്നുണ്ട്, പറഞ്ഞോ. ദൈവം പറഞ്ഞതുപോലെ ആരും സ്നേഹിച്ചില്ല. ക്ലിയർ ഉത്തരവല്ല. ശരി, നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് ഇനി ഞാൻ കഷ്ടപ്പെടുത്തുന്നില്ല. അടുത്ത വാക്യം എന്താ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അവിടെയാണ് അത് പുതിയതാകുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന കൽപ്പന എങ്ങനെയായിരുന്നു? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാൻ എന്നെ സ്നേഹിക്കുന്ന അതേ നിലവാരമാണ് അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട് ഉള്ളത് എന്ന് മാത്രമല്ല, നമുക്കറിയാം കണ്ണിന് കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നൊക്കെ ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ, അല്ലേ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് അന്ന് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ക്രൂരകൃത്യങ്ങൾ, മനുഷ്യൻ്റെ ക്രൂരകൃത്യങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടി അന്ന് ദൈവം കൊടുത്തിരുന്നതായിട്ടുള്ള ദൈവാധിപത്യത്തിലുള്ളതായ ചില പ്രമാണങ്ങളാണ്. എന്നാൽ അന്നത്തെ മനുഷ്യർ അതെന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ അനുവദിച്ചത്, ഇന്ന് അങ്ങനെ അനുവദിക്കാത്തതെന്ന് ചോദിച്ചാൽ, അന്നത്തെ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നതും പുതിയ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. കർത്താവ് ദൈവം മനുഷ്യനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു ഹൃദയമായിരുന്നു പഴയ നിയമകാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരോടങ്ങനെ സ്നേഹിക്കാൻ പറഞ്ഞാൽ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമകാലത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ദൈവം പുതിയൊരു ഹൃദയം നൽകി, ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു. ദൈവം തൻ്റെ ആത്മാവിനെ അവരുടെ ഹൃദയങ്ങളിലാക്കി, ദൈവം തൻ്റെ വചനത്തെ അവരുടെ ഹൃദയങ്ങളിൽ മേൽ, ഹൃദയപ്പലകമേൽ എഴുതി. അപ്പോൾ പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ആളുകളുമായിട്ട് യാതൊരു വക ബന്ധവുമില്ല. പഴയത് പഴയ സൃഷ്ടിയാണ്. അവരോട് സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ സാധിച്ചില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഒരു പുതിയ ഹൃദയവും കൂടി തന്നിട്ടാണ്, ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തിട്ടാണ്, ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ കഴിയുന്ന പ്രാപ്തമായ ഒരു വ്യക്തിയായി തീർത്തിട്ടാണ് ആ ഒരു കൽപ്പന തന്നത്. അപ്പോൾ പുതിയ കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഞാനിങ്ങനെ ഭയപ്പെടുകയായിരുന്നു. ഇതേ കാര്യം 1 വർഷമോ 1.5 വർഷമോ മുമ്പ് ഞാനിവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും അതിന് കൃത്യമായ ഒരു മറുപടി പറയുവാനായിട്ട് ആർക്കും സാധിച്ചില്ല എന്നുള്ളത് തികച്ചും പരിതാപകരമായ കാര്യമാണ്. ശരി, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത് തന്നെ. അപ്പോൾ ദൈവം കർത്താവ് എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിച്ചത് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ആധാരമാക്കേണ്ടതായിട്ടുള്ള വിഷയം, അല്ലേ? അതിനുശേഷം പറഞ്ഞു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നെല്ലാവരും അറിയും. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? തെറ്റിയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമില്ല എങ്കിൽ എന്താണ് അതിൻ്റെ മറുവശം? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ആരും അറിയില്ല. ആ സ്നേഹം എന്തായിരിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെയുള്ള ഒരു സ്നേഹമായിരിക്കണം. എന്തുകൊണ്ടാണ് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നറിയേണ്ടത്? കാരണം കർത്താവിലുള്ളതായിട്ടുള്ള സ്നേഹം മനുഷ്യരിലാകുമ്പോഴാണ് അവർ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം
കാണുന്നത്, അല്ലേ? ക്രിസ്തുവിനെ ഇന്ന് ലോകത്തിൽ ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിയെ ആരും ബഹുമാനിക്കാതിരിക്കുന്നില്ല. എല്ലാ മതങ്ങളിലും ജാതികളിലും വംശങ്ങളിലുമുള്ള ആളുകൾ, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ടുള്ളതായിട്ടുള്ള ആളുകൾ ആരും ക്രിസ്തുവിനെ ബഹുമാനിക്കാതിരിക്കുന്നില്ല. ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ എങ്കിലും, ഒരു ഗുരു എന്നുള്ള നിലയിൽ ഒക്കെ എല്ലാവരും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ മതങ്ങളിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. നിരീശ്വരവാദികളും ഒരു ഗുരുവെന്ന നിലയിലോ മനുഷ്യനെന്നുള്ള നിലയിലോ ലോകത്ത് ജീവിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആൾ യേശു ക്രിസ്തുവാണ്, തൻ്റെ പഠിപ്പിക്കലുകളാണ് ഏറ്റവും വലിയത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കർത്താവ് സ്നേഹിച്ച സ്നേഹം, കർത്താവ് പഠിപ്പിച്ചതായിട്ടുള്ള ഉപദേശങ്ങൾ എല്ലാം വെച്ചിട്ടാണ്. അപ്പോൾ അതേ സ്നേഹം നമ്മളിലാകുമ്പോൾ നമ്മൾ ആരാണെന്ന് പറയും? ലോകം ആ ക്രിസ്തുവിൻ്റെ ആളുകളാണെന്ന് പറയും. അത്രയേ ഉള്ളൂ, അത്ര സിമ്പിൾ. നമുക്കങ്ങനെ അതിനെ ഗഹനമായിട്ട് ചിന്തിക്കാൻ മാത്രം വലിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു കൽപ്പന 13-ാം അധ്യായത്തിൽ കർത്താവ് നൽകിയതായിട്ട്, അല്ലെങ്കിൽ കർത്താവ് നൽകിയതായിട്ട് 13-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ പുതിയൊരു കൽപ്പന എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പുതിയൊരു നിർദ്ദേശം എന്നല്ല, പുതിയൊരു അഭിപ്രായം എന്നല്ല, പുതിയൊരു കൽപ്പനയാണ്. സ്വർഗത്തിൽ നിന്നുള്ള ഒരു കൽപ്പനയാണ്. എന്ത്? നിങ്ങൾ തമ്മിൽ തമ്മിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു അഭിപ്രായമായിട്ടാണ് കർത്താവ് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ അഭിപ്രായങ്ങളെ മാനിക്കണമെന്നില്ലല്ലോ, മാനിച്ചാൽ നല്ലത് എന്നാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഭിപ്രായമായിട്ടല്ല, നിർദ്ദേശമായിട്ടല്ല, മറിച്ച് എന്തായിട്ടാണ്? ഒരു കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ പൈതലാണോ എന്നോ ക്രിസ്ത്യാനിയാണോ എന്നോ വിശ്വാസിയാണോ എന്ന് പറയുന്നതായിട്ടുള്ള യാതൊരാൾക്കും ഒരു സ്വാതന്ത്ര്യവുമില്ല, അവകാശവുമില്ല, അങ്ങനെ ഒരു വഴിയേ ഇല്ല. അപ്പോൾ ഇതൊരു കൽപ്പനയാണ്. ഇത് കൽപ്പനയാണ് എന്നുള്ളത് വീണ്ടും 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുന്നു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. അവിടെയും കൽപ്പനയാണ്. അപ്പോൾ സ്നേഹിക്കാതിരിക്കാനായിട്ട് യാതൊരു വക ഒഴിവ് കഴിവും വിശ്വാസികളുടെ ഇടയിൽ ഇല്ല. പിന്നെ വീണ്ടും, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. അവിടെയും കൽപ്പനയാണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, കർത്താവ് നമ്മെ സ്നേഹിച്ചതായിട്ടുള്ള സ്നേഹം എന്താണ്? തൻ്റെ ജീവനെ നൽകിക്കൊണ്ടുള്ളതായ സ്നേഹമാണ്. അപ്പോൾ പിന്നെ കർത്താവ് പറയുകയാണ്, തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. അങ്ങനെ ജീവൻ കൊടുത്തുകൊണ്ടുള്ളൊരു സ്നേഹമാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ തമ്മിൽ തമ്മിൽ നിങ്ങളുടെ ജീവനെ കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ നിങ്ങളുടെ ജീവനെ കൊടുക്കുന്നതിന് ഉള്ള മനസ്സുള്ളവരായിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള വചനം നമ്മെ കൂടുതൽ കൂടുതൽ കോർണർ ചെയ്യുകയാണ്, നമ്മളെ മൂലയ്ക്ക് കൊണ്ടാക്കുകയാണ്. അല്ലേ? ആണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള, നമ്മെയൊക്കെ നിയന്ത്രിക്കുന്നതും സ്വാധീനിച്ചിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്ത്, അല്ലെങ്കിൽ സഭകളെന്ന് വിളിക്കുന്നതായ കൂട്ടങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ഉണ്ടായിരുന്നതായിട്ടുള്ള പശ്ചാത്തലങ്ങളിലുള്ളതായ ഉപദേശങ്ങളും രീതികളും ഒക്കെയാണ്. എന്നാൽ അതൊന്നും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ കാര്യങ്ങളല്ല ഭൂരിപക്ഷവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. തമ്മിൽ തമ്മിൽ ജീവനെ കൊടുക്കുന്നതിലും അധിക സ്നേഹം ആർക്കുമില്ല. അപ്പോൾ തമ്മിൽ തമ്മിൽ ജീവനെ കൊടുക്കാൻ തയ്യാറുള്ള ആരുണ്ട്? ഉണ്ടോ? ഉണ്ട്. സ്തോത്രം. സ്വന്തം ജീവനെ സഹോദരങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ള ആളുകൾ നമ്മുടെ സഭയിൽ ഉണ്ടോ?
ആ, എത്ര പേരാന്ന് നോക്കിയേ. ആ, അടിപൊളി. ശരി, ദൈവത്തിന് ഏറെ നന്ദി, സ്തോത്രം. ഞാൻ വിചാരിക്കുന്നു വേറെ ഒരു സഭയിലും ചെന്നിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ ഐ ആം റെഡി, ഞാൻ തയ്യാറാണ് സഹോദര അല്ലെങ്കിൽ സഹോദരി എന്ന് പറയുന്ന ആളുകൾ ഒരു പക്ഷേ കാണുകയില്ല. അപ്പോൾ കർത്താവ് പുതിയൊരു കൽപ്പനയായിട്ട് അത് ശിഷ്യന്മാരുടെ മുമ്പാകെ അവതരിപ്പിച്ചു. പിന്നെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ പുതിയ കൽപ്പനയായിട്ട് അവതരിപ്പിച്ചത്. രണ്ടാമത് ആ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് എന്ന് 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നപ്പോൾ കർത്താവ് ഒന്നുകൂടി വിശദമാക്കി. എങ്ങനെയാണ് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവനെ നൽകുന്നു, അപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ ജീവനെ കൊടുക്കുന്നതായിട്ടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഉടമകളായി തീരണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വീണ്ടും പുതിയൊരു തലത്തിലേക്ക് ആ ഉപദേശത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ്? 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. പിതാവും പുത്രനും എങ്ങനെ ഒന്നായിരിക്കുന്നുവോ അതുപോലെ അവർ ഒന്നാകണം. അതല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചതായിട്ടുള്ള കാര്യം. ഒരു ഹൃദയം, ഒരു നാവ്, ഒരു വായ്, ഒരു മനോഭാവം, ഐക്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി പഠിച്ചില്ലേ? അതെന്താണെന്നറിയാമോ? ഈ ഒന്നാകുമ്പോൾ ത്രിത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എങ്ങനെ ഒന്നായിരിക്കുന്നുവോ അതേ നിലയിൽ അവർ ഒന്നാകണം. അപ്പോൾ പൊതുവക എന്ന് എണ്ണണം എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? അതൊന്നും വെറുതെ പറയുന്നതല്ല, വചനത്തിൽ അതിനൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒന്നാവണം. എങ്ങനെ ഒന്നാവണം? ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ അവരൊന്നാവണം. അങ്ങനെയാണോ നമ്മൾ? ത്രിത്വത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ നാം ഒന്നാണോ? വരട്ടെ. ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഇതിന് മറുപടി പറയാനായിട്ട് സാധിക്കുന്നില്ല. അല്ല, നാം ഏറെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ശരി, അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ വീണ്ടും കർത്താവ് അതേ വാക്കുകൾ പറയുകയാണ്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. അപ്പോൾ ലോകം കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവ് ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് ലോകം എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നാം ഒന്നാകുന്നത് വഴി, അല്ലേ? ഇന്ന് ക്രിസ്തീയ ലോകത്തിലേക്ക് നോക്കിയാൽ സഭകൾക്കുള്ളിലും സഭകൾ തമ്മിലുമുള്ളതായ അടിപിടികളെ കണ്ടാൽ ക്രിസ്തുവിനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചു എന്ന് ആർക്കെങ്കിലും ബോധ്യപ്പെടുമോ? ഇല്ല. നേരെ തിരിച്ച് ആണ് ബോധ്യപ്പെടുക. അപ്പോൾ ലോകം, ഇപ്പോൾ ഇതിനെ നമ്മുടെ വേറെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ലോകം സുവിശേഷം വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നായിരിക്കണം എന്നാണ് അതിനെ പാരഫ്രൈസ് ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ലോകം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ അവരെന്തായിരിക്കണം? നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ ഒന്നായിരിക്കണം. ഇന്ന് സുവിശേഷവുമായിട്ടൊരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോലും ഭയപ്പെടുന്നതായിട്ടുള്ള അവസ്ഥയാണ്, അട്ടിപ്പുറത്താക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ്. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തീയ ലോകത്ത് ഈ ഒന്നാകുക എന്ന് പറയുന്നതായിട്ടുള്ള പരിപാടി ഇന്ന് ലോകത്തിലില്ല. അത് തമ്മിലടിച്ചും പിരിഞ്ഞും അങ്ങനെ വഴക്കായിട്ടും ഒക്കെയാണ്. ഒരു 4 പേര്, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, വെറും 3-4 കുടുംബങ്ങൾ മാത്രമുള്ള സഭകളിൽ പോലും ഏറ്റവും ഭയങ്കര പ്രശ്നങ്ങളാണ് ഇന്ന് സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒന്നാകുക പോയിട്ട് അവർക്ക് ഒരുമിച്ചൊന്ന് ഒരു മീറ്റിങ്ങിനിരുന്ന് സമാധാനത്തോടെ ഒരു മീറ്റിംഗ് നടത്തുവാൻ പോലും കഴിയാത്തതായ അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നാകേണ്ടതിന് എന്തിനു വേണ്ടി? ലോകം എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കണമെങ്കിൽ അവരൊന്നായാലേ തീരുകയുള്ളൂ. അതുകൊണ്ട് കർത്താവേ, പിതാവേ, ഒന്നാകേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ് അവിടെ പിതാവിനോട്.
എന്നിട്ട് വീണ്ടും പറയുകയാണ്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന്. അപ്പോൾ ആദ്യം കർത്താവ് പ്രാർത്ഥിച്ചത് 11-ാമത്തെ വാക്യത്തിൽ എങ്ങനെയായിരുന്നു? നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്, അല്ലേ? നമ്മെപ്പോലെ അവരൊന്നാകണം. ഈ 21-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ അവിടെ എന്താണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്? നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന്. നാം ഒന്നാണ്, അവരും ഒന്നാണ്, ഒന്നാകണം. ഇനി അവരും നമ്മിൽ ആകണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മനോഹരമായ ആ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അല്ലേ? പിതാവും പുത്രനും ഒന്നാണ്, വിശ്വാസികൾ ഒന്നാണ്, വിശ്വാസികളെല്ലാവരും അവരിൽ, പിതാവിനും പുത്രനിലും ചേർന്ന് ഒന്നാകണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? മനുഷ്യനും ദൈവവുമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള കൂട്ടായ്മ, ഒത്തൊരുമ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പരിശോധിച്ചാൽ, നാം ദൈവത്തിൽ ആണോ? നാം പിതാവിലും പുത്രനിലുമാകണോ? അതാണല്ലോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പാപയാഗത്തിലൂടെ നേടുവാനായിട്ട് നിത്യതയിൽ ത്രിയേക ദൈവം പ്ലാൻ ചെയ്തത്. അതിന് തടസ്സമായിരിക്കുന്നതെല്ലാം ആ കാൽവരിയിലെ യാഗത്താൽ കർത്താവ് നീക്കിക്കളഞ്ഞു. വലിയ ഒരു സാധ്യത, ദൈവവുമായിട്ടുള്ള, ത്രിയേക ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, ആ ത്രിയേക ദൈവത്തിൽ നാമും കൂടി ആയിക്കൊണ്ട് ഒരുമിച്ച് മുമ്പോട്ട് പോകുവാനായിട്ടുള്ള വലിയ സാധ്യതയാണ് ദൈവം ഇന്ന് നമ്മുടെ മുമ്പാകെ തുറന്നു തന്നിരിക്കുന്നത്. 23-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. കർത്താവിൻ്റെ വിടപറയൽ പ്രാർത്ഥനയാണ്. എന്താണ്? നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും. പ്രിയമുള്ളവരെ, പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പിതാവ് ആരെ സ്നേഹിക്കുന്നു? ഇങ്ങനെ ഒന്നായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ദൈവം സ്നേഹിക്കുന്നു. നാം കർത്താവായ യേശുക്രിസ്തുവിലായിത്തീരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ. നാം എല്ലാവരും, അല്ലേ? കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്തെന്ന് പ്രാർത്ഥിച്ചത്? പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ക്രൂശിൽ കിടന്ന് മാത്രമാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ കർത്താവ് എപ്പോഴും പിതാവേ എന്നാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല കേട്ടോ, ഞങ്ങളുടെ പിതാവേ. അവിടെയും ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ നമ്മളൊന്നാവണ്ടേ? വേണം, നമ്മളൊന്നാവണം. എന്നാലേ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു വിളിക്കുന്നത് പിതാവേ എന്നാണ്. നമ്മെ വിളിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പിതാവേ എന്നാണ്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൻ്റെ, ദൈവവും മനുഷ്യനുമായിട്ട് ഉണ്ടാകാൻ ത്രിത്വം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ബന്ധത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും ഇതൊന്നും ആളുകൾക്ക് വിഷയമല്ല, ഇതൊന്നും ആളുകൾക്ക് വേണ്ട. അവർക്ക് ഞായറാഴ്ച കൂടുവാനായിട്ടൊരു സ്ഥലം, കൈകൊട്ടി പാട്ടുപാടിയൊക്കെ അങ്ങനെ പോകുന്നതിൽ മാത്രം തൃപ്തി അടഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു ലോകത്ത് അങ്ങനെ നമുക്ക് പോയാൽ പോരാ കേട്ടോ. അങ്ങനെ പോയാൽ പോരാ. അതൊരു ക്രിസ്തീയ ജീവിതമല്ല. അങ്ങനെ പോകുന്നതായിട്ടുള്ള ആളുകളൊന്നും കർത്താവുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നവരുമല്ല. അവരൊന്നും കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ അവരുടെ പേരൊന്നും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിധിക്കാനായിട്ടും നമുക്ക് ആളല്ല. എങ്കിലും ദൈവം പറഞ്ഞ പ്രമാണത്തിൻ്റെ 4 അയൽവക്കത്ത് പോലും ആരും എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് എങ്ങനെ അവർ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വരവെങ്കിൽ അവർക്ക് ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പുത്രനെ സ്നേഹിക്കുന്നത് പോലെ
അല്ലേ? പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പുത്രന്മാരും പുത്രിമാരുമായിരിക്കുന്ന നമ്മെ സ്നേഹിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതായ സഹസൃഷ്ടിതാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവ് സ്നേഹിക്കുന്ന അതേ സ്നേഹത്തോടെ ഇവിടെ ആരെ സ്നേഹിക്കുന്നു? ഇവിടെ ജോയി സഹോദരനെയും ബാബു സഹോദരനെയും സുനി സഹോദരിയെയും രമണി സഹോദരിയും ഒക്കെ സ്നേഹിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ അതേ സ്നേഹത്താൽ നമ്മെ ഓരോരുത്തരെയും പിതാവ് സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കേവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അപ്പോൾ അവിടെ ആദരിച്ചത് ആരെയാ? സ്വന്തം പുത്രനെയാണോ അതോ നമ്മയാണോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കേവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവനെന്ന് പറയുമ്പോൾ സ്വന്തം പുത്രന് കൊടുത്തിരിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രാധാന്യം ഞാൻ ആലങ്കാരികമായിട്ട് പറയുകയാണ്. നമുക്കെല്ലാവർക്കും പിതാവ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് ലോകമറിയുവാൻ. അതെന്ന് ആരറിയണം? ലോകമറിയണം, അല്ലേ? നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് വീണ്ടും അതേ പ്രാർത്ഥനയാണ് കർത്താവിനുള്ള. കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രാർത്ഥനയിൽ വീണ്ടും വീണ്ടും വന്നിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യമില്ലായ്മയുടേതായിട്ടുള്ള ഒരു ചെറു കണിക പോലും ഒരു സഭയിലുണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സഭയാണല്ലോ കൊരിന്ത്യയിലെ സഭ. അവിടെ വിശ്വാസികളോട് പറയുകയാണ്, എന്താ പറയുന്നത്? ഏക അഭിപ്രായത്തിൽ യോജിച്ചിരിക്കണം. നമ്മളൊന്നും ഒരു സഭയിലും ഇതൊന്നും പഠിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ നീണ്ട 10, 12, 13 സഭകളിൽ ഞാൻ അംഗമായിരുന്നിട്ടുണ്ട്. ജോലിയും ട്രാൻസ്ഫറും പഠനമൊക്കെ ആയിട്ട് മാറി മാറി പോകുമ്പോൾ അതാത് സ്ഥലങ്ങളിലുള്ള സഭകളിലൊക്കെ ഞാൻ ആയിരുന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം, ഞായറാഴ്ച എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടിയാൽ മതി എന്ന് പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അന്ന് അർത്ഥമാക്കുന്ന വിധത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതായ, അങ്ങനെ തന്നെ പരിശീലിപ്പിക്കുന്നതും ജീവിക്കുന്നതുമായിട്ടുള്ള സഭകളെയും ആളുകളെയും പ്രാസംഗികരെയും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ വചനത്തിൽ അങ്ങനെയൊന്നുമല്ല. ഐക്യത്തിൽ തികഞ്ഞവരായിത്തീരുക. ഐക്യക്കുറവ് എന്ന് പറയുന്നത് ഒരു കണിക പോലും ഒരു സഭയിൽ അനുവദിച്ചിട്ടില്ല. ഒരു ശരീരത്തിൽ ഐക്യമില്ലായ്മയുണ്ടോ? ഒരു ശരീരത്തിൽ ഐക്യമില്ലാതെ വരുന്നത് ഒരു ക്യാൻസർ വരുമ്പോൾ മാത്രമാണ്, ഒരു ട്യൂമർ വരുമ്പോൾ മാത്രമാണ്. അത് വലിയൊരു പ്രശ്നവുമാണ്, അത് മരണകാരണവുമാണ്. അതുകൊണ്ട് ഐക്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് നാം ഓർക്കണം. യോഹന്നാനെ സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ. എന്തുകൊണ്ടാണ് മറ്റ് സുവിശേഷങ്ങൾ എഴുതിയതായ ആളുകളൊന്നും ഈ യോഹന്നാൻ എഴുതിയതുപോലെ എഴുതാനായിട്ട് കഴിയാതിരുന്നത്? യോഹന്നാനെ അവസാനവും നമ്മൾ കാണുന്നത് എവിടെയാണ്? കർത്താവിൻ്റെ മാറോട് ചാരിയിരുന്ന്, അല്ലേ? യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ, അല്ലേ? യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പോൾ യോഹന്നാന് ഈ സ്നേഹമുള്ളവർ തമ്മിൽ അങ്ങനെ അടുത്തിരിക്കും. അതാണ് കർത്താവിൻ്റെ മാറിൽ പോയി ചാരിയിരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം യോഹന്നാന് ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയൊക്കെ യോഹന്നാൻ അപ്പസ്തോലൻ കേട്ടു. എപ്പോഴാ? ആ മാറോട് ചേർന്നിരുന്നപ്പോൾ. പ്രിയമുള്ളവരെ, ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവേഷ്ടം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോഹന്നാൻ അപ്പസ്തോലന് യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് തന്നെക്കുറിച്ച് തന്നെ എഴുതാനായിട്ട് കഴിഞ്ഞു. നമുക്ക് എത്ര പേർക്ക് യേശു സ്നേഹിക്കുന്ന ഒരു ശിഷ്യനാണ് ഞാൻ എന്ന് പറയാൻ കഴിയും? എത്ര പേർക്ക് കഴിയും?
അവൻ്റെ മാറോട് നാം ചാരിയിരിക്കുന്നെങ്കിൽ മാത്രമേ, അവൻ്റെ വഴികളോട് നാം ചേർന്നിരിക്കുമ്പോൾ, അവൻ്റെ പാതകളെ, അവൻ്റെ കാലടികളെ നാം പിന്തുടരുമ്പോൾ മാത്രമേ നമുക്ക് യേശു സ്നേഹിക്കുന്ന ഒരു ശിഷ്യനാണ് ഞാൻ, ഒരു ശിഷ്യയാണ് ഞാൻ എന്ന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ നമുക്ക് പറയണ്ടേ? അങ്ങനെ പറയണ്ടേ? വേണം. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് നമ്മളെല്ലാവരും പറയണം. അങ്ങനെ യേശുവിൻ്റെ പ്രാർത്ഥനയും യേശുവിൻ്റെ ഇഷ്ടങ്ങളുമൊക്കെ ഇന്ന് നമുക്ക് യോഹന്നാൻ അപ്പസ്തോലനിലൂടെ രേഖപ്പെടുത്തി തന്നത് ആ മാറോട് ചാരിയിരിക്കുന്നത് കൊണ്ടാണ് ആണ്. നാമും ആ മാറോട് ചേർന്നിരുന്ന് ചാരിയിരുന്ന് ആ കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ച്, ആ സ്നേഹം അനുഭവിക്കുന്നവർക്കും സ്നേഹം ലഭിച്ചിരിക്കുന്നവർക്കും മാത്രമേ മറ്റുള്ളവരെയും സ്നേഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ആ സ്നേഹം നാം അനുഭവിക്കണം. അതനുഭവിക്കണമെങ്കിൽ ആ മാറോട് നാം ചേർന്നിരിക്കണം, ചാരിയിരിക്കണം. യോഹന്നാൻ തൻ്റെ ജീവിതാന്ത്യത്തിൽ എഴുതിയതായ ലേഖനങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയും യോഹന്നാൻ അപ്പസ്തോലന് പറയാനായിട്ടുള്ളത് മറ്റൊന്നുമല്ല. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. അപ്പോൾ ഒരാൾ ഇതിനെ നമ്മൾ പാരഫ്രൈസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളതിനെ ഒരു പൊതുവായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ പറയാം? ഒരാൾ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്നറിയാനായിട്ട് സഹോദരന്മാരെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി, അല്ലേ? അതല്ലേ അതിൻ്റെ അർത്ഥം, അല്ലേ ബാബു സഹോദര? ഒരാൾ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ അവർ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാണോ എന്ന് നോക്കിയാൽ മതി. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അതായത് സഹോദരങ്ങളെ സ്നേഹിക്കാത്തവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവൻ മരണത്തിൽ വസിക്കുന്നു. ശരിയാണോ? ഞാനീ വായിക്കുന്നത്, നിങ്ങൾ ബൈബിളുണ്ടെങ്കിലും തുറന്ന് നോക്കി ഞാൻ എന്തെങ്കിലും തെറ്റായി വായിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. അതായത് നാം രക്ഷിക്കപ്പെട്ടവരാണോ എന്നറിയണമെങ്കിൽ സഹോദരന്മാരെ സ്നേഹിക്കുന്നവരായിരിക്കണം. സ്നേഹിക്കുന്നില്ല എങ്കിൽ അവൻ എവിടെ വസിക്കുന്നു? മരണത്തിൽ വസിക്കുന്നു. അതായത് അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാവുന്നു. പിന്നെയും ആ പ്രമാണം വളരെ കർശനമാക്കുകയാണ്. സഹോദരനെ പകച്ചാൽ അവൻ കൊലപാതകനാകും. കർത്താവ് അങ്ങനെ തന്നെ പഠിപ്പിച്ചല്ലേ? സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. സഹോദരനെ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ അവൻ്റെ കഴുത്തിലൊരു തിരികല്ല് കെട്ടി ആഴത്തിൽ എറിഞ്ഞു കളയുന്നത് അവന് നല്ലത്. അതായത് സഹോദരൻ ഇടർച്ച വരുത്തുന്നതായിട്ടുള്ള ഒരു പരിപാടി ചെയ്യുന്നതിനേക്കാൾ അവൻ മരിക്കുന്നതാണ് നല്ലത്. അവൻ്റെ ഓർമ്മ പോലും കടലിൻ്റെ ആഴത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞാൽ അർത്ഥമാക്കുന്നത് അവൻ്റെ ഒരു ഓർമ്മ പോലും, അതായത് കല്ലറയിൽ അടക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓർമ്മയുണ്ട്, അല്ലേ? അവൻ്റെ ആ ഓർമ്മ പോലും ഈ ലോകത്ത് ആവശ്യമില്ല. അവൻ്റെ കല്ലറ കണ്ടിട്ട് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവെന്ന് ചിന്തിക്കാനുള്ളൊരു അവസരം പോലും വേണ്ട എന്നാണ് അതിൻ്റെ ഒരർത്ഥം. കൊലപാതകനാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു എന്ന് പറയാൻ കാരണം? ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതെ, അല്ലേ? എത്ര ഗൗരവമായിട്ടുള്ള വാക്കുകളാണ് അപ്പസ്തോലൻ എഴുതുന്നത്. നിങ്ങൾ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ മരിച്ചു പോകും, അല്ലേ? അതായത് ഒരാൾ മറ്റൊരാളുടെ മരണത്തിന് കാരണമാകുന്നു. അതാണ് കൊലപാതകം എന്ന് പറയുന്നത്. ബൈബിളിൽ കർത്താവും അപ്പസ്തോലന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളുമൊക്കെ
എല്ലാം ഒരേ തലത്തിലാണ് കിടക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനിലും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല. അതായത് സഹോദരനെ പകയ്ക്കുന്ന ആരിലും നിത്യജീവനില്ല എന്ന് വെച്ചാൽ സഹോദരനെ പകയ്ക്കുന്ന ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, നിത്യജീവനില്ല എന്ന് നിങ്ങൾ അറിയുന്നു എന്നാണ് പറയുന്നത്. എന്ന് ഞാൻ പറയുന്നു എന്നല്ല യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ അവിടുത്തെ ആ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് എന്തറിയാമായിരുന്നു? സഹോദരനെ ഒരാൾ പകയ്ക്കുന്നെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, അവനിൽ നിത്യജീവനുമില്ല, അങ്ങനെ ഒന്നുമില്ല എന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്നേഹം എന്ത് എന്ന് നമ്മൾ അറിഞ്ഞത് എവിടെയാണ്? കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രാണനെ നമുക്ക് വെച്ചത് തന്നതുകൊണ്ടാണ് സ്നേഹം എന്താണ് എന്ന് നാം അറിഞ്ഞത്. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടത്. അതിന് റെഡിയായിട്ടുള്ള ആളുകൾ ധാരാളം ഇവിടെയുണ്ട്. വീണ്ടും അത് തന്നെയാണ് പറയുന്നത് അല്ലേ? കാര്യം വരുമ്പം ഓടുവോ? ഓടുവോ? ഇല്ല ഓടില്ല. രമണി സഹോദരി ഇങ്ങനെ ഇല്ല ഓടില്ല. അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല. അപ്പം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. എത്ര പേരുണ്ട് അതിന് റെഡിയായിട്ടുള്ളവർ? എത്ര പേരുണ്ട് സഹോദരന്മാർക്ക് വേണ്ടി പ്രാണം വെച്ച് കൊടുക്കാൻ റെഡിയായിട്ടുള്ള? എത്ര പേരുണ്ട്? ആരൊന്നും മിണ്ടുന്നില്ല. നേരത്തെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ സൈലൻ്റായി. ബേബി സഹോദരൻ റെഡിയാണ്. സഹോദരന്മാർക്ക് വേണ്ടി പ്രാണം വെച്ച് കൊടുക്കാൻ ബേബി സഹോദരൻ റെഡിയാണ്. വേറെ ആരും റെഡിയില്ലേ? ജോണി സഹോദരനുണ്ട്. പതുക്കെ കൈകളൊക്കെ പൊങ്ങി വരുന്നുണ്ട്. കൈ പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല, കാരണം എന്താണെന്നറിയാമോ? കുറേ പേര് പൊക്കിയില്ല. ഞാൻ പൊക്കിയില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചാലും കൈ പൊക്കരുത്. അതൊരു കാപട്യമായിട്ട് വരും. ഇത് ദൈവസഭയാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം ഞാൻ അവരുടെ നടുവിലുണ്ട്. അപ്പോൾ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് നമ്മുടെ നടുവിൽ ആഗതനായിരിക്കുമ്പോൾ നമ്മളൊരു കാപട്യം കാണിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ വെച്ച് കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ മാത്രമേ നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പുള്ളതുള്ളൂ. അവർ മാത്രമേ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നതുമുള്ളൂ. അപ്പോൾ പിന്നെ പ്രാണൻ വെച്ച് കൊടുക്കേണ്ടതാകുന്നു എന്ന് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതിന് ശേഷം അതിനേക്കാൾ താഴെ ഉള്ള വേറൊരു കാര്യമാണ് പിന്നെ പറയുന്നത്. എന്താ പറയുന്നത്? എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അപ്പോൾ പ്രാണൻ വെച്ച് കൊടുക്കാൻ റെഡിയായിട്ടുള്ള ആളുകളോട് പറയുകയാണ്, ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ. ഞാൻ പ്രാണനൊക്കെ വെച്ച് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ മറ്റൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അല്ലേ? ആണോ? അങ്ങനെയാണോ? ജീവൻ വെച്ച് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു ത്യാഗം യഥാർത്ഥത്തിൽ ലോകത്തിലില്ല. ഞാൻ തമാശയോടുകൂടിയൊക്കെ പറയുന്നെങ്കിൽ ഇത് തമാശയല്ല കേട്ടോ, കാര്യമാണ്. ഞാൻ ജീവൻ വെച്ച് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ 5 പൈസ ചിലവാക്കാൻ തയ്യാറല്ല. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അതാണ് അല്ലേ? അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട് അല്ലേ? അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയൊന്നുമല്ല ക്രിസ്തീയ ജീവിതം, അതൊന്നുമല്ല സഭാജീവിതം. മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അതായത് ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ വസിക്കുകയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. അപ്പോൾ 2 സ്നേഹമുണ്ട്. എന്താണ്? ഒന്ന് വാ കൊണ്ടുള്ള സ്നേഹം, അഭിപ്രായങ്ങൾ കൊണ്ടുള്ള സ്നേഹം അല്ലേ, അല്ലെങ്കിൽ സുഖിപ്പിക്കലുകൾ കൊണ്ടുള്ള സ്നേഹം. പിന്നെ വേറൊരു സ്നേഹമുണ്ട്. എന്താണ്? പ്രവൃത്തിയിലും സത്യത്തിലുമുള്ള സ്നേഹം. അങ്ങനെ തന്നെ സ്നേഹിക്കണം എന്നാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്.
കഴിഞ്ഞ ആഴ്ച നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നും എൻ്റെ 3-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ചിന്തിച്ചപ്പോൾ ഇതിനോട് സമാനമായിട്ടുള്ള മറ്റൊരു കാര്യം ചിന്തിക്കുകയുണ്ടായി. 12-ാം വാക്യത്തിൽ, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും ഉള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും. അപ്പോൾ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ ദൂരത്താണ്. ഇപ്പോൾ പൗലോസ് അവർക്ക് എഴുതുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. അപ്പോൾ ഈ സ്നേഹമുണ്ട് എന്ന് പറയുന്നതല്ല, മറിച്ച് അത് ഓരോ സമയം കഴിയുമ്പോഴും അത് വർദ്ധിച്ച് വരണം. പലരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അതായത് നമ്മളിവിടെ ഒരു സഭ കൂടി വരെ തുടങ്ങിയപ്പോൾ ഇവിടെയൊക്കെ എല്ലാം വളരെ നല്ല സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം മറ്റ് സഭക്കാരെ ആക്ഷേപിച്ച് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ഒരു 5 വർഷം കഴിയുമ്പം നോക്കിക്കോ എന്നാണ് അങ്ങനെ ആരോ പറഞ്ഞതായിട്ടൊക്കെ ഞാൻ കേട്ടു. പ്രിയമുള്ളവരെ, അങ്ങനെയൊന്നുമല്ല അല്ലേ? അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല. നമ്മളെ സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. തമ്പി സഹോദരനാന്ന് തോന്നുന്നു എന്നോടത് പറഞ്ഞത്. ഓക്കെ, സ്നേഹമാണെങ്കിൽ ഞാൻ നിങ്ങളോട് കർത്താവ് പറഞ്ഞതുപോലെ പുതിയൊരു കൽപ്പനയായിട്ട് കർത്താവ് നമുക്ക് നൽകിയതും ജീവൻ പോലും കളയാൻ തയ്യാറായി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു സ്നേഹം, അത് ഒരു നാളും ഉതിർന്നു പോവുകയില്ല. അല്ലാത്തതൊക്കെ വ്യാജമാണ്. വ്യാജമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലൻ എന്താ എഴുതിയേ? വാക്കിനാലും നാവിനാലും ഉള്ളതായ സ്നേഹം, അല്ലേ? അങ്ങനെയാണോ? വാക്കിനാലും നാവിനാലും അല്ല, അങ്ങനെയുള്ള സ്നേഹമാണ്. അതൊക്കെ ഉതിർന്നു പോകും. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവസ്നേഹം അതൊരു കാലത്തും ഉതിർന്നു പോവുകയില്ല. അപ്പോൾ ഇവിടെ അപ്പസ്തോലനും കൂട്ടാളികൾക്കും തെസ്സലോനിക്കയിലെ വിശ്വാസികളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു. എന്നിട്ട് അവരോട് പറയുക, നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും. നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം, എല്ലാവരോടും എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആളുകളും പിന്നെ പ്രത്യേകാൽ മറ്റ് അയൽ സഭകൾ അല്ലെങ്കിൽ അതുപോലെ വിശ്വാസത്തിലുള്ളതായിട്ടുള്ള മറ്റ് ആളുകൾ, അവരോടുമൊക്കെ ഉള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയണം. കവിയുന്നതിൻ്റെ പ്രത്യേകത എന്താ? കവിഞ്ഞു കഴിഞ്ഞാലാണത് പുറത്തേക്ക് പോകുന്നത്, അല്ലേ? നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. പലരും പറയും ഉള്ളിൽ സ്നേഹമുണ്ട്. അത് കവിയുന്നത് എപ്പോഴാണ്? അത് പ്രകടിപ്പിക്കുമ്പോഴാണ്. കവിഞ്ഞൊഴുകുന്നത്, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവർക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ഒരു പാത്രത്തിലൊരു വെള്ളം വെച്ചാൽ അത് കവിഞ്ഞ് ഒഴുകുന്നെങ്കിൽ മാത്രമേ ചുറ്റുമുള്ള ചെടികൾക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ള സമീപത്തുള്ളതായിട്ടുള്ള എന്തിനും അത് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മളിൽ ഉള്ളതായിട്ടുള്ള ക്രിസ്തീയ സ്നേഹം അത് വർദ്ധിച്ച് പെരുകി കവിയുമ്പോൾ അതെല്ലാവർക്കും അത് പ്രയോജനമായി തീരും. അങ്ങനെ കവിയുന്നില്ല എങ്കിൽ ഉണ്ട് എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ പ്രയോജനം ഉണ്ടാകുന്നില്ല. 13-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഒരു പ്രത്യേക വാക്കിനോട് കൂടിയാണ്. ഇങ്ങനെ എന്ന് പറയുമ്പോൾ എങ്ങനെ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു, നിങ്ങൾക്ക് തമ്മിലുള്ളതായിട്ടുള്ളതും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ചും പെരുകിയും കവിയുമാറാകുകയും ചെയ്തിട്ട് അങ്ങനെ. അതായത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിലുള്ളതായിട്ടുള്ള സ്നേഹം വർദ്ധിച്ച് കവിഞ്ഞിട്ട് അങ്ങനെ എന്താ സംഭവിക്കേണ്ടത്? നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദ്യരായി വെളിപ്പെടും വണ്ണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ വിശുദ്ധീകരണത്തിൽ നമ്മൾ അനിന്ദ്യരായി, നിന്ദിക്കുവാനായിട്ട് യാതൊരു വകുപ്പുമില്ലാത്തവരായിട്ട് നമ്മൾ വെളിപ്പെടണം. എങ്ങനെയാ? സഹോദരന്മാരോടുള്ള സ്നേഹം പെരുകി കവിയുമാറാക്കുന്നത് വഴിയാണ് നമ്മുടെ ദൈവസന്നിധിയിലുള്ള ന്യായവിധി ദിവസത്തിലെ നിലനിൽപ്പ്. അത്രയേ ഉള്ളൂ. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ദൈവസ്നേഹമുള്ളൊരു സ്ഥലം മാത്രമാണ്. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. ആ ആത്മാവോടുകൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതാണ് റോമർ 5:5 നമ്മൾ വായിക്കുന്നത്. ദൈവം തൻ്റെ
സ്നേഹം തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ എന്നിൽ ആത്മാവുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം, എന്നിൽ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാവുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ എന്ന് നാം നമ്മോട് ചോദിക്കുക. അതിന് തെളിവ് എന്താണ്? സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ ആത്മാവുണ്ട്, സ്നേഹമില്ലെങ്കിൽ ആത്മാവ് ഇല്ല. കാരണം ആത്മാവും സ്നേഹവും ഒരുമിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ വിശ്വാസവും സ്നേഹവും, അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിലുടനീളം, ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന തെസ്സലോനിക്ക ലേഖനത്തിലും പല പ്രാവശ്യം അവരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസവും സ്നേഹവും തമ്മിൽ വേർതിരിക്കാനായിട്ട് കഴിയില്ല. യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസമാണെങ്കിൽ അതിനോട് ചേർന്ന് സ്നേഹവുമുണ്ട്. അത് വന്നേ പറ്റൂ. അല്ലാത്ത വിശ്വാസങ്ങളെല്ലാം വ്യാജമായ വിശ്വാസങ്ങളാണ്. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് നമുക്കിടാൻ പറ്റും? നമ്മൾ ഓരോരുത്തരും നമുക്കൊന്ന് മാർക്കിട്ടെ. എത്ര മാർക്കിടാം? 100-ൽ 50? 50 തരാവോ? 50 മാർക്ക് തരാവോ? ദൈവം, ഞങ്ങളല്ല തരുന്നത്, ആരുമല്ല തരുന്നത്, ദൈവം ഒരു 50 മാർക്ക് നമുക്ക് തരുമോ? പാസ് മാർക്ക്? ഒരു പ്രതീക്ഷയില്ല, ആർക്കും ഒന്നും മിണ്ടാനില്ല. ബേബി സഹോദരാ, തേക്കുംകുറ്റി ബേബി സഹോദരാ, ദൈവം ഒരു 50 മാർക്ക് തരുമോ? 50 കിട്ടിയാൽ പോരാ, പ്രാണൻ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് 100 കിട്ടുന്നത്. ആ സ്നേഹമാണെങ്കിൽ 100 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 50 മാർക്ക് കിട്ടിയിട്ട് അനങ്ങാതിരിക്കാനായിട്ട് യാതൊരു നിർവാഹവും ഇല്ല. 100-ൽ 100 കിട്ടുന്ന സ്നേഹമാണ് ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നതായിട്ടുള്ള, അതിൻ്റെ ആത്മാവിനാൽ പകർന്നിരിക്കുന്നതായിട്ടുള്ള ദൈവസ്നേഹം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം കൃപ തരട്ടെ. വചനത്തിലെ സത്യങ്ങളെ ഏറെ ഈ നാളുകളിൽ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഭാഗമായി തീരുവാൻ നമുക്ക് സഹായിക്കട്ടെ. ഈ സ്നേഹം ആദ്യം ഉണ്ടാകേണ്ടത് നമ്മളുടെ കുടുംബത്തിലാണ്. അപ്പനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും മായപ്പനും മായമ്മയും ഉൾപ്പെടുന്നതായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലാണ് ഈ സ്നേഹം ആദ്യം ഉണ്ടാകേണ്ടത്. അതാണ് അങ്ങനെ എല്ലാ കുടുംബത്തിലും അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് എല്ലാവരിലേക്കും, സഭയിലെല്ലാവരിലേക്കും അതൊരു യാഥാർത്ഥ്യമായി തീരും. ഈ സ്നേഹത്തിന് തടസ്സമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയാമോ? സഹോദര സ്നേഹത്തിന് തടസ്സമായിട്ടുള്ളത് എന്താണെന്നറിയാമോ? സ്വസ്നേഹം അല്ലേ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് സ്വസ്നേഹികൾ. നാം നമ്മെ തന്നെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മെ തന്നെ സ്നേഹിക്കുന്നവർക്ക് പ്രാണനെ വെച്ച് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം നമ്മെ തന്നെ സ്നേഹിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനുണ്ടാവരുതല്ലേ? ഞാനുണ്ടായാലല്ലേ എന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഞാനില്ലാതെയാകുന്നതിനെക്കുറിച്ച് വചനത്തിൽ എന്താ പറഞ്ഞേ? തന്നെ തന്നെ ത്യജിച്ച്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ത്യജിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ളതായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നതൊക്കെ വ്യാജമാണ്. ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതായിട്ടുള്ള ദൈവത്തോട് ഒത്തുള്ളതായ സഹോദരങ്ങൾ ഒത്തുള്ളതായിട്ടുള്ള ജീവിതത്തിൻ്റെ ആ ശ്രേഷ്ഠത എത്രയോ വലുത്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു സഹോദരനും ഒരു